നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി ഇന്ത്യ. രാജ്യത്തെ എണ്ണ നയം തീരുമാനിക്കുന്നത് ഇന്ധന ലഭ്യതയും വിലയും അനുസരിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം. ട്രംപിന്റെ അവകാശവാദത്തിൽ മോദിക്കെതിരെ വിമർശനവുമായി രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിൽ കൈകടത്താൻ മോദി ട്രംപിന് അനുമതി നൽകിയെന്നും മോദിക്ക് ട്രംപിനെ ഭയമെന്നും രാഹുൽ. പേരാമ്പ്ര സംഘർഷത്തിൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. സ്ഫോടക വസ്തു വന്നത് പോലീസ് നിന്ന ഭാഗത്തുനിന്ന്. ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും. UDF പ്രവർത്തകരുടെ അറസ്റ്റ് പോലീസിന്റെ മുഖം മിനുക്കാനെന്ന് DCC പ്രസിഡന്റ്. ഷാഫി പറമ്പിലിനെ കായികമായി നേരിടുന്നത് അതിശക്തനായ നേതാവായതുകൊണ്ടെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഹിജാബ് വിവാദത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ആസൂത്രിത ശ്രമമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹിജാബ് വിഷയത്തെ അതിന്റെ യഥാർത്ഥ തലത്തിൽ നിന്ന് മാറ്റി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കമാണ് സ്കൂൾ മാനേജ്മെന്റിന്റെതെന്നും മന്ത്രി. പാലക്കാട് പല്ലൻ ചാത്തന്നൂരിൽ വിദ്യാർത്ഥിയായ അർജുന്റെ മരണത്തിൽ നടപടിയുമായി സ്കൂൾ മാനേജ്മെന്റ്. ആരോപണ വിധേയയായ സ്കൂൾ ടീച്ചർ ആശയ്ക്കും പ്രധാന അധ്യാപിക ലിസിക്കും സസ്പെൻഷൻ. അർജുന്റെ മരണം അധ്യാപിക നിരന്തരം മാനസികമായി പീഡിപ്പിച്ചതിന് പിന്നാലെയെന്ന് പ്രതിഷേധവുമായി സഹപാഠികൾ. സംസ്ഥാനത്ത് തെക്കൻ മധ്യ ജില്ലകളിൽ ശക്തമായ മഴ. കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. തുലാവർഷം ഇന്ന് എത്തിയേക്കും. പാലക്കാട് നെന്മാറ പോത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി മറ്റന്നാൾ. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. പരോൾ നൽകരുതെന്നും ആവശ്യം. സംസ്ഥാനത്ത് വീണ്ടും ഹൃദയദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി അമൽ ബാബുവിന്റെ ഹൃദയമാണ് കൊച്ചി സ്വദേശിക്ക് നൽകുന്നത്. ലിസി ഹോസ്പിറ്റലിലാണ് ശസ്ത്രക്രിയ നടക്കുക. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ അവയവങ്ങൾ വേർപെടുത്തുന്നതിനുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചു. കരൾ, പാൻക്രിയാസ്, വൃക്ക അടക്കം 6 അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത്. ഹൃദയം തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസിൽ കൊച്ചിയിൽ എത്തിക്കും. വിവരങ്ങളുമായി രജിത്ത് ചേരുകയാണ്. രജിത്ത്, കിംസ് ആശുപത്രിയിലെ നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ? രാവിലെ മുതൽ തന്നെ അമൽ ബാബുവിന്റെ മസ്തിഷ്ക മരണം സംഭവിച്ച അമൽ ബാബുവിന്റെ ശരീരത്തിൽ നിന്നും അവയവങ്ങൾ വേർപെടുത്തുന്നതിനുള്ള ശസ്ത്രക്രിയകൾ ആരംഭിച്ചിരുന്നു. അതിപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ കിംസിൽ നിന്നും ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കും. അവിടെ മലപ്പുറം സ്വദേശിയായിട്ടുള്ള യുവാവിനാണ് അമലിന്റെ ഹൃദയം നൽകുന്നത്. അതിനുള്ള ശസ്ത്രക്രിയ നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ അവിടെയും പൂർത്തീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കിംസ് ആശുപത്രിയിൽ നിന്നും ഹൃദയവുമായി വഹിച്ചുകൊണ്ട് ആംബുലൻസിൽ ഇവിടെ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് അവിടെ നിന്ന് എയർ ആംബുലൻസ് വഴിയാണ് കൊച്ചിയിലേക്കും ഹൃദയം എത്തിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശസ്ത്രക്രിയ ശരീരത്തിൽ നിന്നും ഹൃദയം വേർപെടുത്തുന്ന ശസ്ത്രക്രിയ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്നും ആംബുലൻസിൽ ഹൃദയം വിമാനത്താവളത്തിലേക്കും അവിടെ നിന്നും എയർ ആംബുലൻസ് വഴി കൊച്ചിയിലേക്കും എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ തന്റെ മകന്റെ ഹൃദയം അല്ലെങ്കിൽ തന്റെ മകന്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ജീവനേകട്ടെ എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അവയവദാനത്തിന് തയ്യാറായതെന്നാണ് അമൽ ബാബുവിന്റെ അച്ഛൻ ബാബു അല്പം മുമ്പ് പ്രതികരിച്ചത്. എല്ലാ ഒരുക്കങ്ങളും ആശുപത്രിയിൽ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്നും ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറപ്പെടും. രജിത്താണ് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഹിജാബ് വിഷയത്തിൽ നിലപാട് വീണ്ടും കടുപ്പിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ മാനേജ്മെന്റിനെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി രംഗത്ത് വന്നു. സർക്കാരിനെ വെല്ലുവിളിക്കാൻ മാനേജ്മെന്റ് നോക്കേണ്ടെന്നും സ്കൂൾ മാനേജ്മെന്റിന് വേണ്ടി സംസാരിക്കേണ്ടത് അഭിഭാഷകയോ PTA പ്രസിഡന്റോ അല്ല എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. വിവാദം രാഷ്ട്രീയവൽക്കരിക്കാൻ ആസൂത്രിതമായ ശ്രമത്തിന് മാനേജ്മെന്റും കൂട്ടുനിൽക്കുന്നുവെന്നും മന്ത്രി വിമർശിച്ചു. വിദ്യാഭ്യാസ ചട്ടത്തിൽ NOC നിഷേധിക്കാൻ DGക്ക് അധികാരം ഉണ്ടെന്ന കാര്യവും മന്ത്രി ഓർമ്മിപ്പിച്ചു. സ്കൂൾ അധികൃതരും അവരുടെ അഭിഭാഷകയും
ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും ഒരു കാര്യം ബോധ്യമാകും. പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനേക്കാൾ സർക്കാരിനെ വിമർശിക്കുക എന്നായിരുന്നു അവരുടെ പ്രഥമ ലക്ഷ്യം. കോൺഗ്രസിന് വേണ്ടിയോ മറ്റാർക്കും വേണ്ടിയോ രാഷ്ട്രീയപരവും വർഗീയപരവുമായ വിഭജനം കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കാൻ ആര് ശ്രമിച്ചാലും സർക്കാർ അത് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ സമാധാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കേന്ദ്രങ്ങളാണ്. അതിനെ കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്കുള്ള വേദിയാക്കാൻ ആരെയും അനുവദിക്കില്ല. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കിയവർ സർക്കാരിനോട് യോജിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. അത് മനസ്സിലാക്കാത്തവരാണ് പ്രതിഷേധിക്കുന്നതെന്നും അവർ അത് നടത്തിക്കോട്ടെ എന്നും മന്ത്രി പ്രതികരിച്ചു. ഭിന്നശേഷി സംവരണത്തിൽ സർക്കാരിനെതിരെ സമ്മർദ്ദം ശക്തമാക്കി ക്രൈസ്തവ സഭകൾ രംഗത്തു വരുമ്പോഴാണ് മന്ത്രിയുടെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം തള്ളി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം വിഷയത്തിൽ പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമെന്നാണ് രാഹുൽ പറഞ്ഞത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് ലഭിച്ചതായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇതിന് പിന്നാലെ വലിയ വിമർശനമാണ് ഉയർന്നു വന്നത്. ഇതോടെയാണ് ട്രംപിന്റെ നിലപാട് തള്ളി കേന്ദ്ര സർക്കാർ രംഗത്തെത്തിയത്. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനാണ് മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഇറക്കുമതി നയം തീരുമാനിക്കുന്നത് രാജ്യത്തിന്റെ താൽപര്യത്തിനനുസരിച്ചാണ്. കൂടുതൽ ലഭ്യതയും വിലസ്ഥിരതയും മുൻനിർത്തിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അതേസമയം ഊർജ്ജ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് കൂട്ടിച്ചേർത്തു. വിഷയത്തിൽ ഇതുവരെ സ്വീകരിച്ച നിലപാട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവർത്തിക്കുകയാണ് ചെയ്തത്. എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ ധനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാജ്യ താൽപര്യത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് വില കുറച്ച് രാജ്യത്തിന് പര്യാപ്തമാകുന്ന തരത്തിൽ എണ്ണ ലഭിക്കുക, അവിടെ നിന്ന് വാങ്ങുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ മുൻപും പറഞ്ഞത്. അതേസമയം ട്രംപിന്റെ അവകാശവാദത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയെ കടന്നാക്രമിച്ച രാഹുൽ ഗാന്ധി രംഗത്തെത്തി. മോദിക്ക് ട്രംപിനെ ഭയമാണെന്ന് രാഹുൽ പറഞ്ഞു. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് തീരുമാനിക്കുന്നതിന് ട്രംപിനെ അനുവദിക്കുന്നുവെന്നും അവഗണന തുടരുമ്പോഴും അഭിനന്ദന സന്ദേശം അയക്കുകയാണ് പ്രധാനമന്ത്രിയെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച ട്രംപിന്റെ പരാമർശങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും രാഹുൽ വിമർശനമുന്നയിക്കുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടിമിന്നലോടുകൂടിയ മഴ പെയ്യാനാണ് സാധ്യത. തുലാവർഷത്തിന് തുടക്കമാകുന്നതിനാൽ ഇന്ന് കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. അറബിക്കടലിൽ ലക്ഷദ്വീപിന് സമീപം ചക്രവാത ചുഴി ശക്തി പ്രാപിച്ചതോടെയാണ് തുലാവർഷത്തിന് ആരംഭമാകുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. രാവിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ ലഭിച്ചു. അടുത്ത ദിവസം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പിന്നീട് മഴ ശക്തിപ്പെട്ടേക്കും. മറ്റന്നാൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിൽ മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ മാറി താമസിക്കുവാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അബിൻ വർക്കിയെ പിന്തുണച്ച് ചാണ്ടി ഉമ്മൻ. അബിൻ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നതിൽ സംശയമില്ല. അബിൻ്റെ വേദന സ്വാഭാവികമാണ്. അബിൻ്റെ അഭിപ്രായം കൂടെ തേടിയിട്ട് വേണമായിരുന്നു ഒരു തീരുമാനമെടുക്കാൻ. എന്നാൽ പാർട്ടി ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മദിനത്തിൽ തന്നെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കിയെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പുള്ളിക്ക് ഒരു വേദന ഉണ്ടാകുക വളരെ സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയുടെ തീരുമാനം അത് അംഗീകരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. അത് നമുക്ക് ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ ആ തീരുമാനം അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും അബിനെ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം വരുമ്പോൾ പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ പാർട്ടി ഒരു തീരുമാനം
നെന്മാറ സജിത വധക്കേസിൽ ശിക്ഷാവിധി ശനിയാഴ്ച പ്രഖ്യാപിക്കും. പാലക്കാട് 4ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് കേസിൽ വിധി പ്രഖ്യാപിക്കുക. വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. 5 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. 2019 ഓഗസ്റ്റ് 31-നാണ് ചെന്താമര സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഭാര്യ പിണങ്ങിപ്പോകാനുള്ള കാരണം സജിതയാണെന്ന് ആരോപിച്ചായിരുന്നു കൊലപാതകം. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ പരോളിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവിനെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കാർഷിക മേഖലയിൽ നേട്ടം കൈവരിക്കാനും കഴിയുന്നില്ല എന്ന വിമർശനവുമായി സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ. ക്ഷേമ പ്രവർത്തനങ്ങളിലും സേവനങ്ങളിലും മാത്രമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുങ്ങുന്നുവെന്ന് ഫിനാൻസ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. 7ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ട് അടുത്ത മാസം ഗവർണർക്ക് സമർപ്പിക്കാനിരിക്കെയാണ് വിഭവ സമാഹരണത്തിന്റെ പ്രാധാന്യം കമ്മീഷൻ ഓർമ്മിപ്പിക്കുന്നത്. അതേസമയം കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള പ്രഖ്യാപനങ്ങൾ ഈ മാസം സമർപ്പിക്കുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ പ്രൊഫസർ KN ഹരിലാൽ അമൃത വാർത്തകളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന പുതിയ ഭരണസമിതിക്കുള്ള പദ്ധതി നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ തയ്യാറാക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പ്ലാൻ ഫണ്ടുകൾ പലതും വെട്ടിച്ചുരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാമ്പത്തിക വർഷം 8,245 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ചുവെങ്കിലും 6 മാസം പിന്നിട്ടിട്ടും സാമ്പത്തിക ഞെരുക്കത്തെ തുടർന്ന് 25% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷന് മുന്നിലും വെല്ലുവിളികൾ ഏറെയുണ്ട്. പക്ഷേ കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് ഈ മാസം അവസാനത്തോടെ വരുമ്പോൾ കേരളത്തിന് അനുകൂലമായ സമീപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന കമ്മീഷനും. വെട്ടിക്കുറച്ച പല ഗ്രാന്റുകളും പുനഃസ്ഥാപിക്കുകയും കേരളത്തിനുള്ള വിഹിതം ഉയരുകയും ചെയ്യുമെന്നും കണക്കുകൂട്ടുന്നു. പുതിയ ഫിനാൻസ് കമ്മീഷൻ ഇപ്പോൾ 16ാം ഫിനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ട് അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകും, യൂണിയൻ ഫിനാൻസ് കമ്മീഷന്റെ. അപ്പോൾ ആ യൂണിയൻ ഫിനാൻസ് കമ്മീഷന്റെ ശുപാർശയിൽ ഇപ്പം നമ്മളതിൻ്റെ കേരളത്തിൽ നിന്നുള്ള മെമ്മറാണ്ടം ഒക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊരു മെച്ചം വരികയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ കഴിയും. അതേസമയം തദ്ദേശ സ്ഥാപനങ്ങളുടെ മികവും കാര്യശേഷിയും വർദ്ധിപ്പിക്കാനുള്ള ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഗവർണർക്ക് സമർപ്പിക്കാൻ പോകുന്നത്. ഇക്കാലമത്രയും തദ്ദേശ സ്ഥാപനങ്ങൾ ക്ഷേമ പദ്ധതികൾക്കും സേവനങ്ങൾക്കും മാത്രമായാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിനാൽ തൊഴിൽ മേഖലയും കാർഷിക മേഖലയും വേണ്ടത്ര പരിഗണന ലഭിക്കാതെ പോകുന്നുവെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ. കൃഷിക്കും തൊഴിലിനും കൂടുതൽ ഊന്നൽ നൽകുന്ന പദ്ധതികളുടെ ശുപാർശകളാണ് കമ്മീഷൻ സമർപ്പിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. തൊഴിലവസരങ്ങൾ, സ്വയം തൊഴിൽ കണ്ടെത്താനും പുതിയ തൊഴിൽ സൃഷ്ടിക്കാനും ഒക്കെയുള്ള കാര്യത്തിൽ വേണ്ടത്ര ഒരു അച്ചീവ്മെൻറ്റ് നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റ്സിന് കഴിഞ്ഞിട്ടില്ല. പുതിയ ലോക്കൽ ഗവൺമെൻറ്റ്സിന് പുതിയ കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ പുനർനിർമ്മിക്കാൻ അവർക്ക് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള ചില ശുപാർശകൾ തീർച്ചയായിട്ടും പുതിയ കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ടാവും. 7ാം ധനകാര്യ കമ്മീഷന്റെ ആദ്യ റിപ്പോർട്ടാണ് അടുത്ത മാസം ആദ്യവാരത്തോടെ ഗവർണർക്ക് സമർപ്പിക്കുന്നത്. തുടർന്ന് ഗവർണർ സർക്കാരിന് സമർപ്പിക്കുന്ന റിപ്പോർട്ട് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിൽ വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ മോർച്ചയുടെ പ്രതിഷേധ മാർച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഞങ്ങളെ പ്രതിനിധി അൺഫിൽട്ട് ചേരുന്നു. അൺഫിൽട്ട്, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു അല്ലേ അവിടെ? വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഇവിടെ സെക്രട്ടേറിയറ്റിന് ഇടയിൽ ഇറങ്ങിയിരുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന നേതൃത്വത്തിന്റെ നേതൃത്വമാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. മഹിളാ നേതാക്കളൊക്കെ തന്നെയും ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള വനിതാ നേതാക്കളൊക്കെ തന്നെയും പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. പോലീസ് 2 വട്ടം ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിടിച്ചുവിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് തള്ളിക്കയറി വന്ന മഹിളാ മോർച്ച പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ തള്ളിക്കയറി കന്റോൺമെന്റ് ഗേറ്റിനകത്തേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സമര ഗേറ്റ് കടത്ത് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. പക്ഷേ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ പിരിഞ്ഞു പോകാനായി ശ്രമം നടത്തുന്നു. പക്ഷേ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ നടക്കുകയാണ്. മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. നവ്യ ഹരിദാസിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ പ്രതിഷേധം നടക്കുന്നത്.
ശോഭാ സുരേന്ദ്രൻ ഈ സമരവേദിയിൽ നേരത്തെ ശോഭാ സുരേന്ദ്രൻ മാർച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖറാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ പോയതിനു ശേഷം ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇതിനകത്തേക്ക് കയറി അപ്രതിച്ച് സമര വേദിയിൽ തന്നെ നിൽപ്പുണ്ട്. ശോഭയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സമരം പ്രതിഷേധം നടന്നുകൊണ്ടേയിരിക്കുന്നത്. പോലീസ് വലിയ രീതിയിൽ തന്നെയാണ് ഇവിടെ പ്രവർത്തകർക്ക് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ശ്രമം പരാജയപ്പെടുകയാണ്. പക്ഷേ പ്രവർത്തകർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ. അതിനുശേഷം സംസാരിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ആവശ്യപ്പെടുന്നത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കുക, അതല്ലാത്ത പക്ഷം CBI അന്വേഷണം ED അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് സർക്കാരിന് കത്ത് നൽകാൻ BJP തയ്യാറെടുക്കുകയാണ്. അതിനപ്പുറത്തേക്ക് അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനെയും നിലവിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കടന്നാക്രമിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ. മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനെതിരെയും കടന്നാക്രമണം നടത്തിയാണ് ശോഭാ സുരേന്ദ്രൻ പ്രതിഷേധ സമയത്ത് സംസാരിച്ചത്. അൺഫ്ലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിഷേധവുമായി മഹിളാ മോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പാലക്കാട് 14 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നടപടിയുമായി സ്കൂൾ മാനേജ്മെന്റ്. പ്രധാന അധ്യാപക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്തു. ക്ലാസ് ടീച്ചറിനെതിരെ രക്ഷിതാക്കൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്കൂൾ അധികൃതർ രക്ഷിതാക്കളെ കുറ്റപ്പെടുത്തുകയായിരുന്നു. വിവിധ വിദ്യാർത്ഥി സംഘടനകൾ വിഷയം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തതോടെയാണ് സ്കൂൾ മാനേജ്മെന്റ് നടപടിയിലേക്ക് കടന്നത്. സഹപാഠിയുടെ മരണത്തിൽ രാവിലെ മുതൽ തന്നെ സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരം ഏറ്റെടുക്കുകയും പ്രധാന അധ്യാപികയെ ഉപരോധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മാനേജ്മെന്റ് കമ്മിറ്റി വിഷയത്തിൽ ഇടപെടുകയും അടിയന്തര യോഗം ചേരുകയും ചെയ്തത്. ഒപ്പം DEO, AEO എന്നിവർ സ്കൂളിലേക്ക് എത്തുകയും വിദ്യാർത്ഥികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. തുടർന്നാണ് പ്രധാന അധ്യാപിക ലിസിയെയും ക്ലാസ് ടീച്ചർ ആശയെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. വകുപ്പ് തല അന്വേഷണം തുടരുമെന്നും മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അർജുൻ ആത്മഹത്യ ചെയ്തത്. വിദ്യാർത്ഥിയെ അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബവും ഒരു വിഭാഗം വിദ്യാർത്ഥികളും ആരോപിക്കുന്നത്. അവരുടെ ക്ലാസ്സിലൊരു സ്റ്റുഡൻറ്റ്, അവരുടെ മകനായിരിക്കും. ഒരു ടീച്ചർ സ്വന്തം മക്കളെ പോലെ 55 പേരുണ്ടെങ്കിൽ 55 പേര് സ്വന്തം മക്കളെ പോലെ കരുതണം. അല്ലാതെ ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന പോലെ 15 വയസ്സായി 14 വയസ്സായി കുട്ടിയോട് സംസാരിക്കുന്ന രീതിക്ക് എല്ലാം സംസാരിച്ചതാണ് അവരുടെ. ഞങ്ങളിവിടെ ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് സത്യാവസ്ഥ നിന്ന് കൊണ്ടുവരണം. കാരണം ഞാൻ തലേദിവസം തിങ്കളാഴ്ച പോയി പറഞ്ഞ് മനസ്സിലാക്കി ഒഴിവാക്കിയിട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം രാത്രി വീടിനകത്ത് തൂങ്ങിമരിച്ച നിലയിൽ അർജുനെ കണ്ടെത്തുകയായിരുന്നു. സ്കൂൾ യൂണിഫോം പോലും മാറ്റാതെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകന്റെ മരണത്തിന് കാരണക്കാരിയായ അധ്യാപികയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം കുഴൽമന്ദം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. തൃശൂർ കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ കായികമേളയുടെ ഗ്രൗണ്ടിന് മുൻപിൽ കായിക അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന കുന്നംകുളം സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുൻപിലാണ് തൃശൂർ ജില്ലാ കായിക അധ്യാപക സംഘടനയുടെ പ്രതിഷേധം. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കിയ കായികാധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക, UP ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കാലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക, ഹയർ സെക്കൻഡറി കായികാധ്യാപക തസ്തിക അനുവദിച്ച പ്രമോഷനും നിയമനവും നടപ്പിലാക്കുക, മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിച്ച ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പാഠ്യവിഷയമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കായികാധ്യാപകർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടെത്തിയ കായികാധ്യാപകർ സിന്തറ്റിക് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങി. സമരത്തെ തുടർന്ന് മത്സരങ്ങൾ തടസ്സപ്പെടുമോ എന്ന ആശങ്ക അധികൃതർക്കുണ്ടായിരുന്നു. ഒടുവിൽ കായിക അധ്യാപകരെ സമന്വയിപ്പിച്ചാണ് മത്സരം തുടർന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ദേശീയപാത വികസനത്തിന്റെ മറവിൽ അറിയിപ്പില്ലാതെ ചേപ്പാട് പള്ളിയുടെ കുരിശടി തകർത്തത് വിശ്വാസികളുടെ ഹൃദയത്തിലേറ്റ മുറിവാണെന്ന് ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയാസ്കോറോസ് മെത്രോപൊലിത്ത പറഞ്ഞു. ഈ വിഷയത്തിൽ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടപടി പ്രതിഷേധാർഹമാണ്. കുരിശ് തകർത്തവർ നാടിനെയും സഭയെയും അപമാനിച്ചുവെന്നും മെത്രോപൊലിത്ത പറഞ്ഞു.
ഓർത്തഡോക്സ് ദേവാലയം. ദേവാലയത്തിന്റെ ശില്പഭംഗി കൊണ്ടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന്റെ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. നിലവിൽ വധശിക്ഷയ്ക്ക് സ്റ്റേ എന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. നേരത്തെ ഹർജി നൽകിയ കെ പോൾ ആണോ മധ്യസ്ഥൻ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകി. കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തിൽ അഭിഭാഷകൻ രാകേഷ് കിഷോറിനെതിരെ കോടതിയലക്ഷ്യ നടപടിയെടുക്കും. ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടിക്ക് അറ്റോർണി ജനറൽ അനുമതി നൽകി. അതിക്രമത്തിന് ശേഷമാവും രാകേഷ് കിഷോർ കോടതിയലക്ഷ്യ പ്രസ്താവന തുടർന്നെന്ന് സോളിസിറ്റർ ജനറൽ അറിയിച്ചു. സംഭവത്തെ ന്യായീകരിക്കാനാണ് രാകേഷ് കിഷോർ ശ്രമിച്ചതെന്ന് മുതിർന്ന അഭിഭാഷകനും സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റുമായ വികാസ് സിംഗ് പറഞ്ഞു. സംഭവത്തെ ന്യായീകരിക്കുന്ന രീതി സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതേസമയം വിഷയം ദീപാവലിക്ക് ശേഷം പരിഗണിക്കാമെന്നും കൂടുതൽ ചർച്ചയിലേക്ക് പോകാതെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്നും ജസ്റ്റിസ് ജോയ് മല്യ ബാങ്ചി പറഞ്ഞു. കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ യുവാവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടിച്ചു തകർത്തു. കാഞ്ഞിരപ്പള്ളി കാപ്പാട് ഉള്ള ആശുപത്രി ഉപകരണം വിൽക്കുന്ന കടയാണ് തകർത്തത്. നിലവിൽ നിതീഷ് ഒളിവിലാണെന്നാണ് വിവരം. അനന്തു അജിയുടെ ആത്മഹത്യയിൽ ഇന്ന് രാവിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൊൻകുന്നത്ത് പ്രതിഷേധ പ്രകടനവും നടത്തിയിരുന്നു. കോഴിക്കോട് പേരാമ്പ്രയിൽ UDF പ്രകടനത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോഴിക്കോട് കോൺഗ്രസ് നേതൃത്വം. ഹരിപ്രസാദിന്റെ കയ്യിൽ ടിയർ ഗ്യാസും ലാത്തിയും പിടിച്ചു നിൽക്കുന്നതടക്കം 6 ദൃശ്യങ്ങളാണ് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പുറത്തുവിട്ടത്. UDF പ്രവർത്തകർക്കെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞത് പോലീസാണെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ഷാഫി പറമ്പിൽ MP-ക്ക് എതിരായ അതിക്രമത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി പ്രതിഷേധം ഉയർന്നതോടെ അത് മറയ്ക്കാൻ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പേരാമ്പ്ര സംഘർഷത്തിനിടെ പോലീസിനെതിരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ 5 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഗ്രനേഡും ടിയർ ഗ്യാസും പ്രവർത്തകർക്കിടയിൽ വീണുപൊട്ടുന്നതും വടകര DYSP ടിയർ ഗ്യാസുമായി നിൽക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. CPM-കാർ ആയുധങ്ങളുമായി നിൽക്കുന്നുണ്ടെന്ന് പേരാമ്പ്ര DYSP സുനിൽകുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിടെ തന്നെയാണ് പോലീസും നിന്നിരുന്നത്. ആ ഭാഗത്തു നിന്നാണ് സ്ഫോടക വസ്തു വന്നതെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞു. ഗ്രനേഡ് വന്ന അതേ ഭാഗത്തു നിന്ന്, പോലീസ് നിൽക്കുന്ന അതേ ഭാഗത്തു നിന്ന് ഒരു സ്ഫോടക വസ്തു വരുന്നതും നിലത്ത് പതിക്കുന്നതും പൊട്ടിത്തെറിക്കുന്ന വിഷയമാണിത്. 36 സെക്കൻഡ്. അതിന്റെ ഒരു ഭാഗത്തുനിന്നല്ല അല്ലേ, 2 ഭാഗത്തിൽ വിശ്വസിച്ചുണ്ട്. പിന്നെ കരുതിക്കൂട്ടി അക്രമം ഉണ്ടാക്കുന്ന ഹരിപ്രസാദ് DYSP ഒരു കയ്യിൽ ഗ്രനേഡും ഒരു കയ്യിൽ ലാത്തിയുടെ പോകുന്നത്. ഗ്രനേഡിന്റെ പിന്നി വലിക്കുമ്പോൾ MP ഉണ്ട് അപ്പുറത്ത് മറ്റൊരു പോലീസ് പറയുന്നു. സംഭവം നടന്ന 4-ാം ദിവസം കരിമരുന്ന് പുരണ്ട നൂൽ, ഇരുമ്പു ചീളുകൾ എന്നിവ കണ്ടെത്തിയെന്ന പോലീസ് വാദം UDF തള്ളി. അങ്ങനെ തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കൊണ്ടുവന്നിട്ടതാകുമെന്നാണ് ആരോപണം. ഷാഫി പറമ്പിൽ MP-ക്കെതിരായ അക്രമം അപലപനീയമെന്നും പ്രതിഷേധം ശക്തമായതോടെ അത് മറയ്ക്കാനുള്ള കള്ളമാണ് പോലീസും CPM-ഉം നടത്തുന്നതെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഷാഫിക്കെതിരെയും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും സമാധാനപരമായ പ്രതിഷേധ ജാഥ നടത്തിയവർക്കെതിരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു എന്ന കള്ളക്കേസുണ്ടാക്കി കുറെ കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഷാഫിക്ക് ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. അതിന് വ്യാപകമായ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു. രാഷ്ട്രീയത്തിനുപരി ആ പ്രതിഷേധം ഉയർന്നു വന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഒരു ശ്രമമെന്ന നിലയിലാണ് കള്ളപ്രചരണങ്ങളും കള്ളക്കേസുമായിട്ട് CPM നേതൃത്വം വന്നിട്ടുള്ളത്. UDF പ്രവർത്തകരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പേരാമ്പ്ര DYSP ഓഫീസിന് മുന്നിൽ UDF സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. വരും ദിവസങ്ങളിൽ പോലീസ് അതിക്രമം തെളിയിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കോഴിക്കോട്.
40 ദിവസത്തെ യൂറോപ്യൻ പര്യടനത്തിനായി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി യാത്ര തിരിച്ചു. അമൃതപുരിയിൽ നിന്ന് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ എത്തിയ അമ്മയെ യാത്രയാക്കാൻ 100 കണക്കിന് പേരാണ് എത്തിയത്. ഈ മാസം 17 മുതൽ നവംബർ 25 വരെയാണ് അമ്മയുടെ യൂറോപ്യൻ പര്യടനം. യൂറോപ്പിലേക്കുള്ള അമ്മയുടെ യാത്ര അമൃതപുരിയിൽ നിന്നും ആരംഭിച്ചപ്പോൾ ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് അമൃതപുരി സാക്ഷ്യം വഹിച്ചത്. ഒരു നിമിഷം പോലും വേർപിരിഞ്ഞു നിൽക്കാൻ കഴിയാത്ത മക്കളെ ആശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു അമ്മയുടെ യാത്ര. ആ സ്നേഹം വിട്ടു നൽകാനാകാതെ അമ്മയെന്നുറക്കെ വിളിച്ച് അവർ അമ്മയെ കൊച്ചി വിമാനത്താവളത്തിലേക്ക് യാത്രയാക്കി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലും അമ്മയെ കാണാൻ നിരവധി മക്കളാണ് കാത്തുനിന്നത്. അവരുടെയെല്ലാം സ്നേഹമേറ്റുവാങ്ങി അമ്മ യൂറോപ്പിലേക്ക് യാത്ര തിരിച്ചു. ഒക്ടോബർ 17 മുതലാണ് അമ്മയുടെ യൂറോപ്യൻ സന്ദർശനം. സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, UK, നെതർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് അമ്മ സന്ദർശിക്കുന്നത്. ഇവിടങ്ങളിലെല്ലാം അമ്മയുടെ നേതൃത്വത്തിൽ സത്സംഗം, ധ്യാനം, ഭജന എന്നിവ നടക്കും. അമ്മയെ കാണാനെത്തുന്ന എല്ലാ മക്കൾക്കും അമ്മ ദർശനം നൽകും. കൂടാതെ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടക്കും. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃതസ്വരൂപാനന്ദപുരി അടക്കമുള്ള മുതിർന്ന സന്യാസ ശിഷ്യരും ബ്രഹ്മചാരിമാരും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. സ്നേഹത്തിന് ഭാഷയുടെയോ ദേശങ്ങളുടെയോ അതിർവരമ്പുകളില്ല എന്നതിനുള്ള തെളിവാണ് അമ്മയുടെ ഓരോ വിദേശയാത്രകളും. അമ്മയുടെ വരവ് അറിയുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിൽ ഉത്സവമേളമാണ്. അമ്മയെ ഒന്ന് കാണാൻ, ആ സ്നേഹം ആവോളം അനുഭവിച്ചറിയാൻ അവർ കാത്തിരിക്കുകയാണ്. ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് പകരുന്ന നിർമ്മല സ്നേഹത്തിന്റെ തളിർക്കാറ്റ് വീശുമ്പോൾ മക്കളുടെ കണ്ണുകൾ അറിയാതെ ഈറനണിയും. 5 വർഷങ്ങൾക്കു ശേഷമാണ് ഇപ്പോൾ അമ്മ മക്കളെ കാണാനായി യൂറോപ്പിലേക്ക് വീണ്ടും യാത്ര തിരിച്ചത്. ഒക്ടോബർ പകുതിയോടെ ആരംഭിച്ച് നവംബർ അവസാനത്തോടെ യൂറോപ്യൻ പര്യടനം പൂർത്തിയാക്കും. 8 രാജ്യങ്ങളിലെ 10 നഗരങ്ങളിലൂടെയാണ് ഇത്തവണ അമ്മയുടെ യാത്ര. ഒക്ടോബർ 17 മുതൽ 19 വരെ സ്വിറ്റ്സർലാൻഡ്, 21 മുതൽ 23 വരെ സ്പെയിൻ. ഒക്ടോബർ 26 മുതൽ 27 വരെ അമ്മയുടെ സന്ദർശനം ഫിൻലാൻഡിലാണ്. തുടർന്ന് 29 മുതൽ നവംബർ 5 വരെ ഫ്രാൻസ് സന്ദർശിക്കും. പിന്നീട് അമ്മ ജർമ്മനിയിലേക്ക് യാത്ര തിരിക്കും. അവിടെ നിന്നും ഇറ്റലി, UK, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളിലും അമ്മ മക്കളെ കാണാനായി എത്തും. മനുഷ്യനിർമ്മിതമായ എല്ലാ വേർതിരിവുകൾക്കിടയിലും എല്ലാവരുടെയും ഉള്ളിലും നിർമ്മലമായ സ്നേഹം കൊതിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. ആ നിർമ്മല സ്നേഹമാണ് അമ്മ മക്കൾക്ക് പകർന്നു നൽകുന്നത്. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്വർണ്ണക്കപ്പുമായി വിളംബര ഘോഷയാത്ര കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് പ്രയാണം തുടങ്ങി. 117.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണക്കപ്പുമായി റവന്യൂ ജില്ലാ കായികമേള നടന്നുവരുന്ന EMS സ്റ്റേഡിയത്തിൽ നിന്നാണ് വിളംബര ഘോഷയാത്ര ആരംഭിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഏർപ്പെടുത്തുന്നത്. തൃക്കരിപ്പൂർ MLA M. രാജഗോപാൽ തലസ്ഥാന നഗരിയിലേക്കുള്ള വിളംബര ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നവും ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ് എന്നിവയടക്കം കൊത്തിവെച്ച സ്വർണ്ണക്കപ്പാണ് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. നവംബർ 21-ന് കപ്പുമായി വിളംബര ഘോഷയാത്ര കായികമേള നടക്കുന്ന തിരുവനന്തപുരത്ത് എത്തും. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം.